നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഏറെ നാളായി കാത്തിരിക്കുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് RSBY കാർഡ് അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ വരികയാണ്. 2026 ജനുവരി 5 തീയതി മുതലായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരിക. നമ്മളെല്ലാ ആളുകളും കാത്തിരുന്നൊരു പ്രഖ്യാപനം തന്നെയാണ്. പുതിയ കാർഡ് എടുക്കൽ, നിലവിലുള്ള കാർഡ് അപ്ഡേറ്റ് ചെയ്യൽ, മറ്റംഗങ്ങളെ ചേർക്കൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ച് അറിഞ്ഞതിന് മുമ്പായി തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക. നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ ആനുകൂല്യങ്ങൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക. ഏകദേശം ഇപ്പോൾ 15 വർഷത്തോളം മുമ്പാണ് നമ്മുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി സർക്കാർ വന്നത്. അന്ന് ഒരു കുടുംബത്തിലെ 5 ആളുകളെ ഫോട്ടോ ഉൾപ്പെടുത്തി ചിപ്പുള്ള ഒരു കാർഡായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. അതിനുശേഷം ആ കാർഡ് നമ്മുടെ സ്കൂളുകളിലും മറ്റ് ക്യാമ്പുകളിലും വെച്ചാണ് നമുക്ക് ആ കാർഡ് ലഭിച്ചിരുന്നത്. അതിനുശേഷം ആ കാർഡ് ഓരോ വർഷവും നമ്മൾ കറക്റ്റായി തന്നെ പുതുക്കി പോരണമായിരുന്നു. അങ്ങനെ ഏകദേശം ഇപ്പോൾ കൊറോണയ്ക്കെല്ലാം മുമ്പ് 2016-15 കാലയളവിലാണ് ഈ കാർഡ് കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകൾക്ക് അവസാനം 2018-19 കാലയളവിൽ പുതുക്കാൻ സാധിച്ചു. പിന്നീട് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള കാർഡുകൾ നമുക്ക് ലഭിച്ചു. ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡ് ലഭിച്ചു. എന്നാൽ അന്നൊന്നും പുതിയ ആളുകളെ ചേർക്കാനോ അല്ലെങ്കിൽ പുതിയൊരു കുടുംബത്തിലെ ആളുകളെ ചേർക്കാൻ സാധിച്ചിരുന്നില്ല. നിലവിൽ ഈ കാർഡുള്ള ആളുകൾക്ക് പുതുക്കി പോകുന്ന ആളുകൾക്ക് ഒരു കാർഡ് ലഭിച്ചു. അതിനുശേഷം ആ കുടുംബത്തിലെ മറ്റാളുകൾക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിച്ചു എന്നല്ലാതെ പുതിയതായിട്ടുള്ളൊരു അപ്ഡേഷൻ ഇതിൽ വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ വരികയാണ്. 2026 ജനുവരി 5 തീയതിക്ക് ശേഷം 40-50 വയസ്സിന് മുകളിലുള്ള ആളുകളെ ഇതിലേക്ക് ചേർക്കാൻ സാധിക്കും. നമുക്കറിയാം, കഴിഞ്ഞ വർഷം തുടക്കത്തിൽ ഇതിൽ അപ്ഡേഷൻ വന്നിരുന്നു. 70 വയസ്സ് കഴിഞ്ഞ ആളുകളെ ചേർക്കാമെന്നുള്ളത്. അന്ന് ചേർത്ത ആളുകൾക്കെല്ലാം ഇപ്പോൾ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്പോൾ 60 വയസ്സിന് മുകളിലുള്ള അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അത് അപ്ഡേഷൻ വരുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും 60 വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. 50 വയസ്സെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഔദ്യോഗികമായി അറിയിപ്പ് ലഭിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യം ഉറപ്പ് പറയാത്തത്. ഏതായാലും 60 വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകളെയും ഈ കാർഡിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അത് നിലവിൽ കാർഡുള്ള ആളുകളെയും കാർഡില്ലാത്ത ആളുകൾക്കെല്ലാം ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രീതിയിലാണ് ഇത് അപ്ഡേഷൻ വരുന്നത്. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളെയും, അത് ചുവപ്പ് കാർഡ് മഞ്ഞ കാർഡ് നോക്കാതെ എല്ലാ ആളുകളെയും ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് അപ്ഡേഷൻ വരുന്നത്. നമുക്കറിയാം, സർക്കാർ പല സമയത്തും ഇതിലേക്ക് പൈസ അടക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ ഈ കാർഡ് എടുക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 30% മുതൽ 40% വരെ നമുക്കിതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുമുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെ ഈ ഒരു അപ്ഡേഷന് വേണ്ടി ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഒരു അപ്ഡേഷൻ വരുന്നതിന് മുമ്പായി തന്നെ നിങ്ങൾ ചെയ്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തെല്ലാം നമുക്ക് നോക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആധാർ കാർഡ് എല്ലാം റെഡിയാക്കി വെക്കുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അടക്കമുള്ള രേഖകൾ വെച്ചാണ് ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ കാർഡിലെ എല്ലാ തെറ്റുകളും തിരുത്തി, ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തു, ഫിംഗർ പ്രിൻ്റ് റെഡിയാവാത്ത ആളുകൾ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫിംഗർ പ്രിൻ്റ് റെഡിയാകുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൈവശമുള്ള ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ തന്നെയാണ് ആധാർ കാർഡിലുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓരോ വ്യക്തികൾക്കും 5 ലക്ഷം രൂപയുടെ പരിരക്ഷ ഇതിലൂടെ ലഭിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.